നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. മൈക്രോ സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അത് വളരെ അപകടകരമായിട്ടൊരു സംഭവമാണ്. അതായത് ഉറക്കം നമുക്ക് എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഉറക്കത്തിലൂടെയാണ് നമ്മുടെ ബോഡി റിജുവിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിജുവിനേറ്റ് ചെയ്ത് പൂർണ്ണ സ്ഥിതിയിലാക്കി പിറ്റേ ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴും നല്ല ഒരു ഉറക്കമാണ്. പക്ഷെ പലപ്പോഴും ഉറക്കം വേണ്ട രീതിയിൽ കിട്ടാത്തപ്പം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മൈക്രോ സ്ലീപ്പ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തിക്കുന്ന ഇടയിൽ അതിൻ്റെ പല രീതിയിലുള്ള ഫറ്റീഗൊക്കെ സംഭവിക്കാം. അപ്പോൾ ആ ഫറ്റീഗ് സംഭവിച്ച ഉറക്കത്തിലൂടെയാണ് ഫറ്റീഗ് മാറിയിട്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പം ഉറക്കമില്ലാത്ത ഒരാൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസം ജോലി ചെയ്യുന്ന ഇടയിൽ പെട്ടെന്ന് പുള്ളിക്കാരൻ പോലും അറിയാതെ വളരെ തുച്ഛമായ കുറച്ച് സമയം, ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് ഫ്യൂ സെക്കൻഡ്സിന് പെട്ടെന്നൊരു മയക്കത്തിലേക്ക് അങ്ങ് പോകും. പെട്ടെന്ന് പുള്ളിക്കാരൻ പോലും അറിയത്തില്ല. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു ഉയരും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഉറക്കം ഇല്ലാത്ത ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കണ്ടിന്യൂസ് കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലി ചെയ്യുമ്പോൾ ഈ മൈക്രോസ്ലീപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അപകടത്തിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൈക്രോസ്ലീപ്പ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ അപകടങ്ങളുടെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ മൈക്രോസ്ലീപ്പാണ്. ആൾക്കാർ രാത്രി ജോലി ചെയ്തിട്ട് പിന്നെ ഉറങ്ങാതെ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പം മൈക്രോസ്ലീപ്പ് വരുമ്പോൾ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുമ്പം കൈയൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ മൈക്രോസ്ലീപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കൈ ചിലപ്പം അകത്തേക്ക് പോവുകയും നമുക്ക് മുറിവ് സംഭവിക്കാം. അങ്ങനെ പല രീതിയിലുള്ള അപകടം വരാനുള്ള സാധ്യതയുള്ളൊരു സംഭവമാണ് മൈക്രോസ്ലീപ്പ്. അപ്പോൾ മൈക്രോസ്ലീപ്പിൻ്റെ മെയിൻ മൈക്രോസ്ലീപ്പ് എന്തുകൊണ്ട് സംഭവിച്ചാൽ ഉറക്കമില്ലായ്മയാണ്. അപ്പോൾ നമ്മുടെ പകൽ സമയത്ത് നമ്മൾ മൈക്രോസ്ലീപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബേസിക്കലി നമ്മൾ ഒരേ ജോലി കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് മൈക്രോസ്ലീപ്പ് വരുന്നത്. അപ്പം നമ്മുടെ സ്കെഡ്യൂൾ നമ്മൾ ആ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും പെട്ടെന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പവർ നാപ്പ് എടുക്കുക. പവർ നാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വരെ ഒരു ഉറക്കം. അത് ആ ഒരു ഉറക്കത്തിലൂടെ പെട്ടെന്ന് ആ സമയത്തുള്ള ഉറക്കക്ഷീണം പെട്ടെന്ന് മാറാം. അല്ലെങ്കിൽ നമുക്ക് കാപ്പി കുടിക്കാം. കഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാപ്പിയിലുള്ള കഫീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തലച്ചോറിന് ഉണർവ് തരുന്നൊരു സംഭവമാണ്. അത് നമുക്ക് കുടിക്കാം. ഇതിലൂടെ നമുക്ക് മൈക്രോസ്ലീപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മൈക്രോസ്ലീപ്പ് നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. താങ്ക് യു.